ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. മേഘനാഥവധം. രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധൗ മർക്കട നായകന്മാരോടു ചൊല്ലിനാനർക്കതനയനു മങ്കദനും തഥാ നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വൈക്ക ഗ്രഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തരുതരെ കൂപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരവധി നിരത്തിയിടുക മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരരുൾ കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ വെന്തു പുറഞ്ഞാൽ പുറത്തും പുറപ്പെടു മന്ദകൻ വീട്ടിനയക്കാം അനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തരുതരെ വച്ചു തുടങ്ങിനാർ. പ്രാസാദ ഗോപുര ഹർമ്യഗേഹങ്ങളും കാസീസ കാഞ്ചന രൂപ്യതാമ്രങ്ങളും ആയുധശാലകൾ ആഭരണങ്ങളുമായ ധനങ്ങളും അജ്ജനശാലയും വാരണ വൃന്ദവും വാജി സമൂഹവും തേരുകളും വെന്തു വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളം എത്തിയിടഹാനനും ശക്രനോടങ്ങറിയിച്ചാനനാകുലം മാരുതി ചുട്ടതിലേറി നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു മാർത്തി മുഴുത്തു തെരുതെരെ ചാകയും മാത്രാണ്ഡഗോത്രോജനാകിയ രാഘവൻ കൂത്തുമുത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്വം ജയിച്ചതും എത്രയും പാത്തോളം അത്ഭുതമെന്നു പറയുകയും രാത്രിഞ്ചരന്മാർ നിലവളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും മാനവേന്ദ്രൻ്റെ അനുജാനർ ഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങി ചമഞ്ഞിതോ ചിന്ത മുഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ള ഒരു കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിനാം. തമ്പിയോയുള്ള നികുംഭനും അന്നേരം മുമ്പ് ഞാനൊന്നു മുതിർന്നു പുറപ്പെട്ടാം. കമ്പനന്താനും പ്രജങ്കനും എത്രയും വൻപുള്ള യുപാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നള ബിംബങ്കലന്നങ്ങടുത്താർ കപിവീരരും രാത്രിയിലാത്തങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതരെ ചാകയും കൂത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കപികളും ഗാത്രങ്ങൾ ഭേദിച്ചു രാത്രിയിൽ വീഴുകയും ഏറ്റു പിടിച്ചു മടിച്ചു മിടിച്ചു മുറ്റം നടിച്ചു പൊളിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായെന്നു ചൊല്ലിയെടുക്കയും വാനരെ രാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും തിരിച്ചും കളേബരം 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി പുക്കിരേറ്റ രക്ഷോഗണം കമ്പനൻ വമ്പോടടുത്താനതു നേരം അമ്പുകൊണ്ടേറ്റ മകന്നു കപികളും കമ്പം കലന്നൊഴിച്ചാരതു കണ്ടത് ജമ്പാരി നന്ദന പുത്രനും കോപിച്ചു. കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുണർന്നങ്ങടുത്താം പ്രജങ്കനും യുപാക്ഷനും തഥാ ശോണിതേ നേത്രനും കോപിച്ചെടുത്താരതു നേരമംഗതൻ കൗണപന്മാർ മൂവരോടും പൊരുതതി ക്ഷീണനായി വന്നിതു ബാലിതനയനും മൈന്ദനുമാശു വിവിധനുമായി തത്ര മന്ദേതരം വന്നെടുത്താരതു നേരം കൊന്നാം പ്രജങ്കനെ താരേയനു മത പിന്നെ യൗവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിത നേത്രനെയും മത മൈന്ദനും യുപാക്ഷനെ കൊന്നു വീഴ്ത്തിനാം. നക്തഞ്ചരവരന്മാർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭാനണഞ്ഞു ശരം പൊഴിച്ചിടിന വമ്പര വാനരന്മാരൊക്കെ മണ്ടിനാർ. സുഗ്രീവനും തേരിലാമാറു ചാടി വീണുഗ്രതയോടവൻ വിൽക്കളഞ്ഞിടിനാം. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ദിയിൽ. വാരാനിധിയും കലക്കി മറിച്ചതി കോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. സത്യാത്മജനും അതു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാം. സുഗ്രീവജനഗ്രനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംഭൻ പരീകവുമായുടൻ
സംഹാരരുദ്രനെ പോലെ രണാജിരെ സിംഹനാഥൻ ചെയ്തെടുത്താനതു നേരം. സുഗ്രീവനെ പിന്നിലിട്ടു വാതാത്മജൻ അഗ്രേ ചെറുത്താൻ നികുംബനെ തക്ഷണേ. മാരുതി മാറിലടിച്ചാൻ നികുംബനും പാലിൽ നുറുങ്ങി വീണു തൽപരീകവും. ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാൻ അതിക്രുദ്ധനായൊരു ജഗൽ പ്രാണപുത്രനും. പേടിച്ചു മണ്ടിനാ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നെടുത്താർ കപിവീരരും. ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ. കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജമ്പാരി വൈരിയും ഭീതി പൂണ്ടിടിനാം. പിന്നെ കരാത്മജാമകരാക്ഷനോടന്യൂന കോപേന ചൊന്നാൻ ഋഷാനനൻ. ചെന്നു നീരാമാദികളെ ജയിച്ചിങ്ങു വന്നിടു എന്ന നേരം മകരാക്ഷനും തന്നെ സൈന്യ സമേതം പുറപ്പെട്ടു സന്നാഹമോടുമടുത്തു രണാങ്കണേ. പന്നക തുല്യങ്ങളായ ശരങ്ങളെ വനികീലാകാരമായി ചൊരിഞ്ഞിടിനാം. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനർ ചെന്ന ഭയം തരികെന്നു രാമാന്തികെ. നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ. വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടു നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനൊന്നൊപ്പമെയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും. അന്യോന്യമൊപ്പം പൊരുതു നിൽക്കും നേരമൊന്നു തളർന്നു ചമഞ്ഞു കരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടി പെടുത്താനെയ്തു രാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം. പാരിലാമാറു ചാടി ശൂലവും കൊണ്ടു പാരമെടുത്തു മകരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ടു കണ്ഠവും ഛേദിച്ചു ദേവകൾ കാപത്തു മുട്ടുതീത്തിടിനാം. രാവണീതാനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുതാശു പുറത്താക്കി. രാവണനോടറിയിച്ചാനതു കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ. ഇരേഴു ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടു കൂടി പുറപ്പെട്ട. അപ്പോഴതു കണ്ടു മേഘനിനാഥനും തൽപാദ യുഗ്മം പണിഞ്ഞു ചൊല്ലിടിനാം. ഇപ്പോൾ അടിയനരികളെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവാൻ അന്തപുരം പുക്കിരുന്നരുളിടുക സന്താപമുണ്ടകരുതിതു കാരണം. ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരിജിത്തും പുറപ്പെട്ടു പോരിനാൻ. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നുക കുൽസ്ഥനോടിത്തമുണർത്തിച്ചരുളിനാം. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കപിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെ ഇതുടനന്തം വരുത്തുന്ന എത്ര നാളേക്കു പൊറുക്കണമിങ്ങനെ. ബ്രഹ്മാസ്ത്രമെയ്തു നിശാചരന്മാർക്കുല മുന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടത് രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാദാന്തികെ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ പാതകമുണ്ടാമതല്ലാകിലേവനും. ഞാനിവനോടു പോ ചെയ്യുവനെല്ലാവരും ദീനത എന്നിയെ കണ്ടു നിന്നിടുവിൻ. എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികെ സന്നദ്ധനായതു കണ്ടൊരു രാവണി. തക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കുമായ സീതയെ തേരിൽ വച്ചുടൻ. പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കപികളും. തേരിൽ മായ സീതയെ കണ്ടു ദുഃഖിച്ചു മാരുതി താനു പരവശനായിതു. വാനര വീരരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാ നിർദ്ദയം. അയ്യോ വിഭോ രാമ രാമേതി വാവിട്ടു മയ്യൽ മിഴിയാൾ മുറ വിളിച്ചിടിനാൾ. ചോരയും പാലിൽ പരന്നിതതു കണ്ടു മാരുതി ജാനകി എന്നു തേറിയിടിനാൾ. ശോഭയില്ലേടും നമുക്കിനി യുദ്ധത്തിനാപത്തിതിൽ പരമിന്തുള്ളരീശ്വര. നാമിനി വാങ്ങുക സീതാവധം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കപികളെ. ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായി മാരുതനന്ദനൻ. ചെല്ലുന്നതു കണ്ടു രാഘവനും സദാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോടു സാകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ട് പോന്നിതു പോരിൽ പുറന്തിരിഞ്ഞിടുമാറില്ലവൻ. നീ കൂടെയങ്ങു ചെന്നിടുക സത്വരം ലോകേശ നന്ദന പാർക്കരുതേതുമേ. ഇത്തമാകർണ്യ വിധി സുതനും കപി സത്തമന്മാരുമായി ചെന്നു ലഘുതരം. എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാ ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്കനീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ. ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ. ഉണ്ടോരവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെന്നു ജഗസ്വാമിയോടുണർത്തിക്കണം. പോരിക നീയും ഇങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമാ ചെന്നു തൊഴുതുണർച്ചി
ചിതു മൈഥിലി തന്നെ നാശവൃത്താന്തമപ്പേരുമേ മോഹിച്ചു ഭൂമിയിൽ വീണു രഘുത്തമൻ സൗമിത്രി താനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേത്തിടിന മന്നവൻ തൻ പദമഞ്ജന പുത്രനും ഉത്സംഗ സീമനി ചേത്താനതു കണ്ടു നിസ്സപ്നരൊക്കെ നിന്നു കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും എന്തൊരു ഘോഷമായുണ്ടായതെന്നാൽ മേനി ചിന്തിച്ച വീടേക്കു വന്നു വിഭീഷണൻ ചോദിച്ച നേരൻ കുമാരൻ പറഞ്ഞിതു മാതരീശോൽമജൻ ചൊന്ന വൃത്താന്തങ്ങൾ കൈണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാ ലോകത്രയത്തിങ്കൽ ആരുമുണ്ടായി വരാം മായാനിപൂണന മേഘനിനാഥനി കാര്യമനുഷ്ഠിച്ചതെന്തിനെന്നാശു കേൾ മർക്കടന്മാർ ചെന്നു ഭദ്രവി ചീടാടി തക്കത്തിൽ ആശു നികുംബിലയിൽ ചെന്നു പുക്കുടൻ തന്റെ ഹോമം കഴിപ്പതിനായിക്കൊണ്ടു കണ്ടൊരു പായം അത്യത്ഭുതം ചെന്നിനി ഹോമം മുടക്കേണമല്ലെങ്കിൽ എന്നും അവനെ വധിക്കരുതാർക്കുമേ രാഘവ സ്വാമിൻ ജയ ജയ മാനസ വ്യാകുലം തീർന്നെഴുന്നേൽക്കതയാനിതേ മുഖ്യ ലക്ഷ്മണനു മടിയനു കപികുല മുഖ്യ പ്രവരരുമായിട്ടു പോകണം ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ യാത്രയയക്കണമെന്നു വിഭീഷണൻ ചൊന്നതു കേട്ടളവാലസ്യവും തീന്നു മന്നവും പോവാൻ അനുജ്ഞ നൽകിയിടിനാൻ വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായ ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നു വരികെന്ന് അനുഗ്രഹം നൽകിനാം ലക്ഷ്മണനോടുക മഹാകവി സേനയും രക്ഷോവരനും നടന്നാരതു നേരം മൈന്ദൻ വിവീതൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരി താരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനോദനും ധീരൻ പ്രമാദീശത ബലിജാമ്പവാൻ വാതാത്മജൻ വികടശി വിശാലനും ജ്യോതിർമുഖൻ ദുർമുഖൻ സുമുഖൻ ബലി ശ്വേതൻ ദതിമുഖൻ അഗ്നിമുഖൻ ജന്മി തുരന്തോ മൃംഗവായൻ ഗവാക്ഷനും മറ്റും ഇത്യാദി ചൊല്ലുള്ള കവികളും ചുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംബില പൊക്കു നിറഞ്ഞിതു നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിത്യഹോമം തുടങ്ങിയിടിന രാവണി കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായെടുത്തു കവികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാരറ്റമില്ലാതോരോ രാക്ഷസ വീരരും മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റലരെ ചെറ്റകറ്റിയൊഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി വില്ലും ശരങ്ങളും കെൽപ്പോടെടുത്തു പോരിന്നെടുത്തിടിന മുമ്പിൽ വേഗം പൂണ്ടെടുക്കുന്ന മാരുത സംഭവം തന്നെ തടുത്തു നീത്തിടിന വന്നു നികുംബിലയാൽ തറമേലേറി നിന്നു ദശാനന പുത്രനും അന്നേരം കണ്ടു വിഭീഷണ സൗമിത്രി തന്നോടു കൊണ്ടത തീത്തു പറഞ്ഞു തുടങ്ങിനാൻ വീര കഴിഞ്ഞില ഹോമമിവനെങ്കിൽ നേരെ വിളിച്ചെത്തു കണ്ടുകൂടാ ദൃഢം മാരുത നന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവ മൃത്യു സമയമടുത്ത ദിവന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ ഇത്തം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അശസ്ത്രങ്ങൾ തൂകിയിടിനാം പ്രത്യസ്ത ശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തു മത്യത്ത ശസ്ത്രങ്ങളെ തീടിനാം അപ്പോൾ കഴുത്തിലെടുത്തു മരുത്സുതാൻ ഉത്പന്നമോദം കുമാരനെ സാദരം ലക്ഷ്മണ പാശേ വിഭീഷണനെ കണ്ടു ദർശനം ചൊന്നാൻ ദശാനന പുത്രനും രാക്ഷസ ജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാ പൃഥിവ്യനല്ലോ മമ കേവലം പുത്രമിട്ടാതിവർഗത്തെ എടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോ തീടിനാൽ എത്രയും നന്നതേ ചൊല്ലാവൂ ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാത്തു കണ്ടോളം ഗതിയില്ല നിർണയം ഊർധലോകപ്രാപ്തി സന്തതി കൊണ്ടത്ര സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാൻ ആസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ നന്നു നീയും നിൻ പിതാവും അറിയുക നീ വംശം മുടിക്കുന്നതിന്നു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ വംശത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നു ഞാൻ അംശുമാലി കുലനായക അനുഗ്രഹ വശാൽ വംശത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നു ഞാൻ അംശുമാലി കുലനായകനാകാനുഗ്രഹാൽ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കും നേരം മങ്ങാതെ ബാണങ്ങൾ തൂക്കി കുമാരനും എല്ലാം അതെയ്തു മുറിച്ചു കളഞ്ഞതാ ചൊല്ലിനാൻ ആശു സൗമിത്രി തന്നോടവൻ 2 ദിനം മമ ബാഹു പരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചു
കണ്ടുകൊള്ളല്ലാകിൽ ഇന്നു ഞാൻ ഇന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമാക്കുവൻ. ഇത്തം പറഞ്ഞിഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാനേറ്റവും. 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമെയ്തു വാനര വീരരുമേറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാൾ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണ ലക്ഷ്മണൻ തൂകിനാ ശക്രാരിമേനിമേൽ. വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിന. രക്താഭിഷിക്ത ശരീരികളായിതു നക്തഞ്ചരനും സുമിത്രാതനയനും. പാരമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥി തൻ്റെ തലയും മുറിച്ചതി സാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാം. പിന്നെ 3 അമ്പെയ്തതും മുറിച്ചിടിന. മന്നവൻ പങ്ക്തി കണ്ടാത്മജൻ അന്നേരം ഊറ്റമായൊരു വില്ലും കുഴി കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂകിയിടിനാം. സത്വരം ലങ്കയിൽ പുക്കുതേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരുമറിഞ്ഞില പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചതന്നേരം. ഘോരമായുണ്ട സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. പണ്ടു ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതില്ലിനിയുണ്ടാകയുമില്ല. കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃഷം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതമസ്ത്രൻ കുമാരനും രാഘവം ചേർന്നു കരേണ സന്ധിപ്പിച്ചു. രാഘവൻ തൻ പദാംബുരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു. പങ്ക്തി കണ്ടാത്മജൻ കണ്ടവും ഛേദിച്ചു. സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായന്തരാ തോണിയിൽ വന്നു പുക്കുശരം. ഭൂമിയിൽ വീണിതു രാവണി തന്നുടലാമയം തീർന്നിതു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാൾ. പുഷ്പങ്ങളും വരിശിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിന. നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്രാരിദാനം പ്രസാദിച്ചിതേറ്റവും. താപമകന്നു പുകഴ്ന്നു തുടങ്ങിന താപസന്മാരും ഗഗനചരന്മാരും. ദുന്ദുഭിനാദവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിതാശു വിരിഞ്ചനും അന്നേരം. ശങ്കാവിഹീനം ചെറുഞാണൊലിയിട്ടു ശംഖും വിളിച്ചുടൻ സിംഹനാദവും ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ. ഗാഢമായ ആലിംഗനം ചെയ്തു രാഘവനോടമോദം മുഖ നീടിനാൻ. മോദനി ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു. ദുഷ്കരം എത്രയും നീ ചെയ്ത കാര്യം. രാവണി യുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിയുക നീ. ക്രുദ്ധനായി നമ്മോടു യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനും. രാവണ വിലാപം. ഇത്തമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്ന ദീക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാം. ഹഹ കുമാര മണ്ഡോദരി നന്ദന ഹഹ സുകുമാര വീരമനോഹര മൽക്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതു ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായി ഉറങ്ങിയിടുമാറായതു. നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലവുമായി വന്നതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചു മത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നെ കാരണം എന്നതു കൊണ്ടു ഞാൻ. കൊന്നവൾ തന്നെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഗർഗവു മൂങ്ങി ചിരിച്ചലറിത്തത്ര നിർഗമിച്ചിടിന ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാ രാവണനെ കണ്ടു ഭീതയായി ഇത്രയും വേപതുഗാത്രിയായി. ഹാ രാമ രാമ രാമേരി ജപത്തോടും ആ രാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുഭാഷൻ ജ്ഞാനത്യുത്തമൻ കർപ്പൂര സത്തമൻ വൃത്തവാൻ. രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിന നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനിന്നു ജഗത്രയ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹാനുമനന്ദനും. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യ വന്ദിന പുണ്യജനാധിപൻ. സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാദിവാസാൽ മാജിതേന്ദ്രിയൻ.
വേദവിദ്യാവ്രത സ്നാനപരായണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ എന്നിരിക്കെ ഭവാൻ ഇന്നു യുദ്ധാന്തരെ നന്നെത്രയോ മൂർത്തു കൽപ്പിച്ചതും ശ്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം രാത്രിഞ്ചരീന്ദ്ര പ്രവര പ്രഭോമയ സാദം വിരവോടു പോരിക പോരിനായി മാനവന്മാരെയും വാനരന്മാരെയും മാനേന ചെയ്തു കൊന്നു കളഞ്ഞു നീ ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക മാനസതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുഭാഷൻ പറഞ്ഞതു യാതുദാനാധിപൻ കേട്ടു സന്തുഷ്ടനായി ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നെത്രയോ മാസ്തയാ മന്ത്രികളോടും നിരൂപിച്ചു ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനായി ചെന്നു രക്ഷോബലം രാമനോടേറ്റതും ഒന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും. മന്നവൻ തന്നോട് എതിർത്തിതു രാവണൻ നിന്നുപോയി ചെയ്താന ഭേദമായി നിർഭയം പിന്നെ രഘുത്തമൻ ബാണങ്ങളെ എയ്തു ഭിന്നമാക്കിയിടിന രാവണദേഹവും പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടു വാങ്ങി ദശാനനൻ പോരുമിനി മമ പോരുമെന്നോത്തതി ഭീരുവായി ലങ്കാപുരം ബുക്കനന്തരം. രാവണന്റെ ഹോമവിഘ്നം. ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിടിന ആർക്കാത്മജാതിയാമർക്കട വീരരു മർക്കാന്യോത്ഭുതനാകിയ രാമനും ഒക്കെ ഒരുമിച്ചു വാരിധിയും കടന്നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു ശക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ഏകാകിയായിതു ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായിതു സൽഗുരു ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാലിതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോട് ഉപദേശിച്ചതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യസ്ഥലെ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക വന്നുകൂടും ജയമെന്നാൽ നിനക്കടോ. വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും ബാണതൂണി രജാപശുരാദാദികൾ വാനവരാലൂമജയ്യനാ പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചു കൊൾകെന്നോടു സാദര മന്ദരമിന്നീ ഹോമം കഴിക്കനി ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമാറ്റിത്തിതു തന്നെ മന്ദിരം തന്നിൽ ഗുഹാതലം ദിവ്യമാഗവ്യഹവ്യാധി ഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകം ബുക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ വ്യോമമാർഗത്തോളമുത്തിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ ഹോമം തുടങ്ങി ദശാനനൻ മന്നവ ഹോമം കഴിഞ്ഞുകൂടിയിടുകയിലെന്നുമേ നാം അവനോട് തോറ്റിയിടും മഹാരണി ഹോമം മുടക്കുവാനായി അയച്ചിടുക സാമോദമാശു കപികുല വീരരെ ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുത പുത്രാംഗദാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിയിലേറിക്കടന്നു രാവണ മന്ദിരം പുക്കുപുര ബാലകന്മാരെയും കൊന്നു മർക്കട വീരരൊരുമിച്ചനാകുലം വാരണവാജിരഥങ്ങളെയും പൊടി ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം വ്യാജാത്സരമനിജകര സംനയാ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം ഹോമ ഗുഹദ്വാര ബന്ധന പാഷാണമാമയഹീനം പൊടിപടുത്തങ്കടൻ തത്ര ഗുഹയില കമ്പുക്ക നേരത്തു നക്തഞ്ചരേന്ദ്രന കാണായിതന്തികേ മറ്റുള്ളവർകളും അംഗദാനുജ്ഞയാ തെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിനാം കണ്ണുമടച്ചങ്ങു ധ്യാനിച്ചിരിക്കുമ പുണ്യജനാധിപനെ കണ്ടുവാനരർ താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സംഭാര സഞ്ചയം കുണ്ടത്തിലൊക്കെ ഒരിക്കലെ ഹോമിച്ചു ഖണ്ഡിച്ചിതു ലഘുമേഖലാജാലവും രാവണൻ കയ്യിലിരുന്ന വാശുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താൻ അതുകൊണ്ടു സത്വരം ക്രീഡയാ വാനര ശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാൻ ഏറ്റവും ധ്യാനത്തിനേതോ മിളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകാംക്ഷയാം മണ്ടോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം ഉറുക്കിയിട്ടിടിനാൻ വിസ്തസ്ത്രനീവിയായി കഞ്ചൂകഹീനയായി വിസ്തസ്തയായി വിലാപം തുടങ്ങിയിടിനാൾ വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര മാനമ്പുവാനോളമില്ല മറ്റാർക്കുമേ നിന്നുടെ മുമ്പിലിട്ടാശു കബീവരർ എന്നെ തലമുടി ചുറ്റി പിടിപെട്ടു പാരിയിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരെ പരിഭവമൂർക്കിൽ ജളമതേ
എന്തിനായിക്കൊണ്ടു നീ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നു ദുർമതി. ജീവിതാശാദേ ബലീയസി മാനസേ ഹാവിധി വൈഭവം എത്രയും അത്ഭുതം. അർത്ഥം പുരുഷനു ഭാര്യയല്ലോ ഭുവി ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബദ്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതു ഉത്തമമേവനും. നാണവും പത്നിയും വേണ്ടിയിലിവനും തൻ പ്രാണഭയം കൊണ്ടു മൂടൻ മഹാകലൻ. ഭാര്യ വിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരം. അങ്കദൻ തന്നോടടുത്താൻ അതു കണ്ടു തുങ്ക ശരീരികളായ കവികളും രാത്രിഞ്ചരീശ്വര പത്നിയെയുമയ ചാത്തു വിളിച്ചു പുറത്തു പോനീടിനാർ. ഹോമമശേഷം മുടക്കി വയമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴുതീടിനാർ. മണ്ഡോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസിനും ചൊല്ലിനാൻ. നാദേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം. ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ ജ്ഞാന വിനാശനം ശോകമറിക നീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാന ജാതമഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം. ദേഹമൂലം പുത്രരാരാദി ബന്ധവും ദേഹിക്കു സംസാരവും അതു കാരണം. ശോകഭയക്രോധ ലോഭമോഹസ്പൃശ രാഗഹർഷാദി ജരാ മൃത്യുജന്മങ്ങൾ അജ്ഞാന അഖില ജന്തുക്കൾക്കുള്ള ജ്ഞാനമെല്ലാം അകലെ കളകനീ. ജ്ഞാനസ്വരൂപനാത്മാപരനദ്വയമാനന്ദ പൂർണ്ണ സ്വരൂപനലേപകൻ. ഒന്നിനോടില്ല സംയോഗം അതിന്നു മറ്റൊന്നിനോടില്ല വിയോഗം ഒരിക്കലും. ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടാൻ ആത്മനി ശോകം കളകനി വല്ലഭേ. ഞാനിനി ശ്രീരാമ ലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ. അല്ലായെങ്കിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നു കളഞ്ഞുടൻ എന്നോടു കൂടവേ. പാവകൻ തങ്കൽ പതിച്ചു മരിക്കനീ ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വിഗ്രഹിച്ചതു കേട്ടു മണ്ഡോദരിയും ദശഗ്രീവനോടിത്തം പറഞ്ഞാളതു നേരം. രാഘവനെ ജയിപ്പാനാരോധാർക്കുമേ ലോകത്രയത്തിങ്കലെന്നു ധരിക്കനീ. സാക്ഷാപ്രധാന പുരുഷോത്തമനായ മുക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വത മനു തന്നെ രക്ഷിച്ചതും. രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമദനകാലെ പുരഘോരമന്തരം പൃഷ്ഠേധരിച്ചതും. പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം തേറ്റമേൽ വച്ചു പൊങ്ങിച്ചതും. ഘോരനായൊരു ഹിരണ്യകശിപുതൻ മാറിടം കൈനകം കൊണ്ടു പിളർന്നതും. മൂന്നടി മണ്ണു ബലിയോടു യാചിച്ചു മൂലോകവും മൂന്നടിയായളന്നതും. ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേവധിപതിനായ ജമദഗ്നിടൻ പുത്രനായ രാമനാമത്തെ ധരിച്ചതും. വൃത്തിപതിയായ രാമനിവൻ തന്നെ. മാർത്താണ്ഡവംശി ദശരഥ പുത്രനായി രാത്രി സുധാവരനാകിയ രാഘവൻ. നിന്നെ വധിപ്പാ മനുഷ്യനായി ഭൂതലെ വന്നു പിറന്നതും എന്നു ധരിക്കനീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനും അനിയവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥാ നിർലജ്ജനാകയാൽ മൂഢാചലപ്രഭോ. വൈദേഹിയെ കൊടുത്തിടുക രാമനു സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനി കാനനം വാഴ്ക തപസ്സിനായി. മണ്ഡോദരി വാക്കു കേട്ടൊരു രാവണൻ ചണ്ട പരാക്രമം ചൊന്നാനതു നേരം. പുത്രമിത്ര മാതൃസോദരന്മാരെയും മൃത്യു വരുത്തി ഞാൻ ഏകനായി കാനനെ. ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോട് എതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠ രാജ്യം അനുഭവിച്ചിടുവൻ. പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗം കാഞ്ചനം. വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം. ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം കൃത്വാ. രാവണ കുംഭകർണനിധനം വേദസ്യ രാമായണം. ശുഭം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ. രഘുനാഥായ നാഥായ സീതായ പദേ നമഃ.